ഒരിടത്തൊരിടത്ത് ഒരു നത്തയും കുതിരയും ഉണ്ടായിരുന്നു. കുതിര പെട്ടെന്ന് ഓടും, നിങ്ങൾക്കറിയാലോ. പക്ഷെ നത്ത പെതുക്കെ പെതുക്കെ പോകും. അപ്പൊ കുതിരയ്ക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓടുന്നത്, അതുകൊണ്ട് ഞാനേ എപ്പോഴും ഫസ്റ്റ് വരുത്തുള്ളൂ. അങ്ങനെ അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുതിര പറഞ്ഞു, നമുക്കൊരു ഓട്ടപ്പന്തയം വെക്കാം. നത്ത തോക്കുമെന്നറിഞ്ഞിട്ടും നത്ത സമ്മതിച്ചു. നത്തയ്ക്ക് ആകെ പേടിയായി. നത്തയ്ക്ക് എന്തോ ചെയ്യണോന്നറിയത്തില്ല. അപ്പൊ നത്ത വിചാരിച്ചു, നമുക്കൊന്ന് ബുദ്ധി പ്രയോഗിച്ച് നോക്കാം. അങ്ങനെ വിചാരിച്ചു. കുറെ നേരം ആലോചിച്ചിട്ട് നത്തയ്ക്കൊരു ബുദ്ധി വന്നു. അപ്പോ എല്ലാ നത്ത കൂട്ടുകാരെയും വിളിച്ച് ഒന്നാക്കിയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പോകും കുതിരേന്റെ കൂടെ. അപ്പൊ ഒരു ചെടീൻ്റെ ഒരു ഇത് വരും. ആ സൈഡ് ഞാൻ ഒളിയും. പിന്നെ അവിടെ ഒരാൾ കാണും, അവിടെ നിന്ന് ഓടണം. അത് കഴിഞ്ഞ് ഇനി ഒരു ഇല വരുമ്പോ അവിടെ നീ ഒളിയണം. എന്നിട്ട് അവിടെ ഉള്ള ഒരാൾ ഇങ്ങോട്ട് പോകണം. കുതിരയ്ക്ക് എല്ലാവരും ഒരേപോലെ അപ്പൊ കാണുള്ളൂ. അതുകൊണ്ട് നത്ത അങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാ നത്ത കൂട്ടുകാരും ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് മത്സരത്തിന്റെ ദിവസം വന്നു. അപ്പൊ എല്ലാ നത്ത കൂട്ടുകാരും എല്ലാ ചെടിയിലും ഒളിച്ചൊളിച്ചു. ആദ്യം ആ ഫ്രണ്ട് നത്തെ, പിന്നെ ആ കുതിരയും വന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരില വന്നു. അപ്പൊ ഈ നത്ത അങ്ങോട്ട് പോയി ഒളിഞ്ഞു. കുതിര എന്തുവാ ഇത് പെതുക്കെ വരുന്നത്? ഞാൻ എത്രയും സ്പീഡിലാ തുള്ളി തുള്ളി പോകുന്നത്, ഇത് എത്രയും പെതുക്കെയാടാ വരുന്നേ. അങ്ങനെ വിചാരിച്ചു. അപ്പൊ നത്ത അതിനകത്ത് പോയി ഇനിയൊരു നത്തേനെ വിട്ട് അത് ഇങ്ങോട്ട് പോയി. അപ്പൊ കുതിര വിചാരിച്ചു, എന്നെക്കാട്ടിലും സ്പീഡിൽ പോകുന്നു, എങ്ങനെ നത്തയെ കൊണ്ട് ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റുന്നു? കുതിരയ്ക്ക് ഒന്നും മനസ്സിലായില്ല. കുതിര പിന്നെ ചാടി 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 ആ നത്തേനെക്കാട്ടിലും മുമ്പിൽ പോയി. പിന്നെ നത്ത ഇല വരുമ്പോ ഇങ്ങനെ ഒളിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരും. ഇനി ഒരു നത്ത. അപ്പൊ കുതിരയ്ക്ക് പിന്നെ ഒരു പിടികിട്ടുന്നില്ല. എങ്ങനെയായത്? നത്തക്കൂട്ടങ്ങൾ നമ്മളെക്കാട്ടിലും മുന്നിൽ പോകുന്നത് ഈ നത്ത അങ്ങനെ വിചാരിക്കും. അപ്പോ ആ കുതിരക്കൊന്നും മനസ്സിലാവത്തില്ല. ലാസ്റ്റ് നത്ത വന്നു, ഫിനിഷിംഗ് ലൈനിൽ പോയി. കുതിര വിടാതെ തുള്ളി തുള്ളി പോയതുകൊണ്ട് അതിന് ക്ഷീണമായി. അതിനെ കൊണ്ട് ഇനി പിന്നെ ഓടാനേ പറ്റിയില്ല. നത്ത പെതുക്കെ പെതുക്കെ പോയി അവസാനത്തിലെത്തി. നത്ത ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ജയിച്ചത് കൊണ്ട് അതിന്റെ ബുദ്ധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ആ സമയത്ത് എന്റെ ചാനലിനകത്ത് പോയി ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യണം.